KP വിനോദ് ബാബു, റിട്ടയർഡ് DMO, മെഡിക്കൽ ഡയറക്ടർ, കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൽപ്പറ്റ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന അവസ്ഥയും അതിൻ്റെ ആയുർവേദ മാനേജ്മെന്റിനെ കുറിച്ചുമാണ്. ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. ഇത് കുട്ടികളുടെ സംസാരം, കുട്ടികളുടെ പെരുമാറ്റം, കുട്ടികളുടെ ഇടപെടൽ എന്നിവയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഓട്ടിസത്തിൽ വരുന്ന മുഖ്യമായ ലക്ഷണങ്ങൾ ഒന്ന് സംസാരം വൈകല്യം തന്നെയാണ്, അല്ലെങ്കിൽ സംസാരം ഇല്ലാത്തൊരവസ്ഥ. പേര് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. നമ്മൾ കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ, പേര് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി തിരിഞ്ഞു നോക്കില്ല. പിന്നെ നമ്മൾ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ കുട്ടി കണ്ണിൽ നോക്കാണ്ടിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ കുട്ടിക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. പിന്നെ ശബ്ദം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിനോട് അധികമായിട്ട് പ്രതികരിക്കും. മേൽപ്പറഞ്ഞ ഈ ലക്ഷണങ്ങൾ കുട്ടിയുടെ 3 വയസ്സിന് മുമ്പേ തന്നെ നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അതുകൂടാതെ കുട്ടിയുടെ ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ മുഖ്യ ലക്ഷണമായിട്ട് കണക്കാക്കണം. ഓട്ടിസത്തെ കുറിച്ച് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ മനോവഹ സ്രോതോ ദൃഷ്ടി, വാദ കപദോഷ വർധന, ധൃതി സ്മൃതി വിഭ്രംശം, പിന്നെ ബാലോന്മാദ ലക്ഷണങ്ങളുമാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ള വഴി. ഇനി ആയുർവേദ ചികിത്സാ തത്വങ്ങളെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം. ഒന്ന്, പ്രധാനമായും നമുക്ക് മേധ്യരസായനങ്ങൾ ഉപയോഗിക്കാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മേധ്യരസായനങ്ങളും ഉപയോഗിക്കാം. എക്സാമ്പിൾ ബ്രാഹ്മി, മണ്ഡൂകവർണി. പഞ്ചകർമ്മത്തിൽ പറയുന്ന അഭ്യംഗം, ശിരോധാര, നസ്യം, വസ്തി, തക്രധാര ഇവയൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ചികിത്സകളാണ്. ഭക്ഷണക്രമങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നെയ്, പാൽ, പരിപ്പ്, പഴങ്ങൾ, ബദാം എന്നിവ ഓട്ടിസം ബാധിച്ചവർക്ക് നമുക്ക് ധാരാളം കൊടുക്കാവുന്നതാണ്. ഒഴിവാക്കേണ്ടത് ജങ്ക് ഫുഡ്, മധുരം അല്ലെങ്കിൽ ഷുഗർ അധികമുള്ള ആഹാരങ്ങൾ, തണുത്ത ഭക്ഷണം, പാക്കേജ് ഫുഡ് ഇവ ഒഴിവാക്കുകയും വേണം. ഇനി പ്രോഗ്നോസിസ്, രോഗത്തിന്റെ ക്യൂറേറ്റീവ് അവസ്ഥ നമുക്ക് സംസാരിക്കാം. നേരത്തെ ചികിത്സ ആരംഭിച്ചാൽ മികച്ച ഫലം കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ചികിത്സയോടുകൂടെ സ്പീച്ച് തെറാപ്പിയുമായി ചേർത്താൽ കൂടുതൽ ഫലപ്രദമാണ്. 3 മുതൽ 6 മാസത്തിൽ പുരോഗതി തീർച്ചയായിട്ടും നമ്മൾക്ക് കാണാൻ പറ്റും. ഓട്ടിസം പൂർണ്ണമായും മാറുന്ന ഒരു അസുഖമല്ല. പക്ഷെ നമ്മുടെ ആയുർവേദ ചികിത്സയും ആയുർവേദ ഭക്ഷണക്രമങ്ങളും സ്പീച്ച് തെറാപ്പിയുമായി യോജിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫലം കിട്ടുന്ന ഒരു അസുഖമാണ് ഓട്ടിസം.